ഏകദേശം ഒരു $112 എനിക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ്. രാവിലെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഏകദേശം രാവിലെ 10:50 ഞാൻ ആ ട്രേഡ് അപ്ഡേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും 10:50 ഈ ലെവലാണ് ഗോൾഡിൻ്റെ ഒരു ലെവൽ ഇവിടെ പ്രൈസിൽ വന്നിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത്. ഞാൻ ട്രേഡിലേക്ക് എൻ്റർ ആയതിന് റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇന്നലെ എനിക്ക് ഈ ലെവലിൽ ട്രേഡ് ഉണ്ടായിരുന്നു, ഇന്നും സെയിം ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 41.0605 ലെവൽ എന്ന് പറയുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഗോൾഡ് നല്ലതായിട്ട് റിയാക്ട് ചെയ്ത ഒരു ലെവലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പ്രീവിയസ്ലി പ്രൈസ് സെല്ല് നടത്തിയതും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് എഗെയിൻ ഫർദർ മൊമെൻറ്റം നടത്തിയതും ഇന്നലെ ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിയാക്ഷൻ എടുത്തതും എഗെയിൻ ഇന്ന് ആ ലെവലിലേക്ക് പ്രൈസ് വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയം വരെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നോക്കിയത് എനിക്ക് ഒരു ബൈ എടുക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഡിമാൻഡ് ഏരിയയിലാണ് ബൈ ട്രേഡ് ഞാൻ പരിഗണിക്കുന്നത്. സെൽ ട്രേഡ് വളരെ റെയറായിട്ട് ഞാൻ പോകാറുള്ളൂ. അത് ഞാൻ സപ്ലൈ ഏരിയയിൽ സെൽ സൈഡുമാണ് സപ്ലൈ ഏരിയയിൽ സെൽ ട്രേഡുമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ രണ്ട് ഏരിയയിലായിരിക്കും എൻ്റെ ട്രേഡുകൾ പൊതുവേ വരാറുള്ളത്. നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാനായിട്ട് ലോജിക്കുകൾ വേണം. പ്രൈസ് മേലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്ന ലോജിക്കുകൾ നമുക്ക് കോൺഫിഡൻസ് ആകുന്നിടം വരെ, നമുക്കൊരു സെറ്റപ്പ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ ട്രേഡ് പോകുന്നതാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രൈസിൽ എന്താണ് സെല്ലിംഗ് ആണല്ലേ, സെല്ല് നടക്കുന്നുണ്ട്. എഗെയിൻ ഒരു പുൾ ബാക്ക് എടുക്കുന്നു, സെല്ലിംഗ് നടക്കുന്നു, എഗെയിൻ പുൾ ബാക്ക് എടുക്കുന്നു, സെല്ലിംഗ് നടക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ പ്രൈസ് മേലേക്ക് താഴത്തേക്ക് വരുന്നത്. എഗെയിൻ ഇവിടെ എന്താണ് ഒരു പുൾ ബാക്ക് എടുക്കുന്നു, താഴത്തേക്ക് വരുന്നു. എഗെയിൻ സെയിം ലെവലിൽ നിന്ന് തന്നെ സെല്ലിംഗ് എടുക്കുന്നു. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് വെക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ആരും ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് സൂം ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ ക്യാൻഡിൽസ് നന്നായിട്ട് കാണാനായിട്ട് പറ്റുമെന്ന്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒന്നുകൂടെ നമുക്ക് ബാക്ക് ടു വീഡിയോ വരുവാണെങ്കിൽ ഇവിടെ കണ്ടോ എക്സാക്ട്ലി സെയിം ലെവലിൽ നിന്ന് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് നമ്മളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത്, നമ്മൾ സ്പോട്ട് ചെയ്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഈ ഒരു സ്ട്രക്ചറായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ ആ സ്ട്രക്ചറിന് പകരം നമുക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടു. ഈ ഒരു ക്യാൻഡിലുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിടത്തുനിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൈസിനെ മേലേക്ക് ബയ്യേഴ്സ് കൊണ്ട്. സോ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ബയ്യേഴ്സ് ഉണ്ട് അല്ലേ, ബയ്യേഴ്സ് ഉണ്ട്. എഗെയിൻ നമ്മൾ നോക്കുന്നു, ഇവിടെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാൻഡിൽ കൊണ്ട് ഉണ്ടാക്കിയ മൊമെൻറ്റത്തെ പൊളിക്കാനായിട്ട് എത്രയോ സമയമെടുത്തു, എന്നിട്ട് സെല്ലേഴ്സിന് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, സെല്ലേഴ്സ് ഡിമാൻഡ് ഏരിയയിൽ വീക്കാണ്. സെല്ലേഴ്സ് ഡിമാൻഡ് ഏരിയയിൽ വീക്കാണെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആരായിരിക്കും? ബയ്യേഴ്സ്. ഓക്കെ, രണ്ട് കൺവിക്ഷനായി. ഒന്ന്, ബയ്യേഴ്സ് ഡിമാൻഡ് ഏരിയയിൽ സ്ട്രോങ് ആവുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഒരു എൻട്രി എടുക്കാനായിട്ട്. ഒരു സിനാരിയോ എനിക്ക് വേണം. ഇവിടെ നോക്കി, ഇവിടെ എല്ലാം നമുക്ക് പ്രീവിയസ്ലി സ്വിങ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് സെല്ല് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, സെയിം സ്വിങ് ആണ്. അവിടെ നിന്ന് സെല്ല് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ നിന്ന് നമുക്ക് സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്തൊരു സെല്ല് സ്റ്റാർട്ട് ചെയ്തു. അതായത് മാർക്കറ്റ് അതിൻ്റെ ഹൈസിനെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു, എഗെയിൻ താഴത്തേക്ക് കൊണ്ടുവന്നു, എഗെയിൻ താഴത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ താഴത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ ഹൈസിനെ മാർക്കറ്റ് താഴത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ മാർക്കറ്റ് ആ ഒരു സിനാരിയോയിലേക്ക് പോകാതെ ഇവിടെ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വരുന്നു, ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ തന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ ഡിമാൻഡ് ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ലെവലിൽ നമുക്കിനി ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയില്ല അല്ലേ. നമുക്ക് ഡിമാൻഡ് ഏരിയയിലേക്ക് വീണ്ടും സെല്ലേഴ്സ് വരുന്ന, പ്രൈസ് താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം ഇവിടെ മാർക്കറ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ സെല്ലേഴ്സ് വന്നിട്ടും ഈ സെല്ലേഴ്സിന് ഫർദർ മൊമെൻറ്റം നടത്താനായിട്ട് പറ്റാതെ ഇവിടെ വീണ്ടും നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ മാർക്കറ്റിനോട് തരുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു മൊമെൻറ്റം പ്രൈസിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ വാച്ച് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് റോങ് ആയിട്ടുള്ള എൻട്രിയിലേക്ക് പോകാതിരിക്കാനും ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രികൾ എടുക്കാനും പരമാവധി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ നമ്മുടെ ട്രേഡുകളെ കൊണ്ടുപോകാനായിട്ടും പറ്റുള്ളൂ. നമ്മൾ ചാടിക്കയറി ട്രേഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫോൾസ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും മാർക്കറ്റ് തരുന്നത്. ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയി, പക്ഷേ ആ സെല്ലേഴ്സിനെ കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും ബയ്യേഴ്സ് വരുന്നു, പ്രീവിയസിൽ ഉണ്ടായിരുന്ന സ്വിങ്ങിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് വരുന്നു, എഗെയിൻ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സെയിം ടൈമിൽ തന്നെ ഞാൻ ട്രേഡ് പോയിട്ട് ഈ ഒരു ലോ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഈ ഒരു ലോയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് എടുത്തത്. ഇവിടെയും കൊടുത്തില്ല, ഈ ഒരു ലോയും കൊടുത്തില്ല. കാരണം
എനിക്ക് ഈ ഒരു സിനാരിയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. ഇത് പലതവണ മാർക്കറ്റിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. എങ്ങനെയാണ്? ഒരു ഇൻവേർട്ടഡ് ഹാമർ, ഓക്കെ, ഒരു ഇൻവേർട്ടഡ് ഹാമർ വരുന്നു, അതിന് ഫോളോ ത്രൂ ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള അപ്പ് മൊമെൻറ്റം, ആ ഒരു സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ഞാൻ ട്രേഡ് പോയത്. സ്റ്റോപ്പ് ലോസും ഞാൻ താഴെ സ്റ്റോപ്പ് ലോസും കൊടുത്ത് എഗെയിൻ ഞാൻ ടാർഗറ്റ് വെച്ച് പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തൊരു സ്വിങ് ഉണ്ടായിരുന്നു, ഈ ഒരു സ്വിങ്. ഓക്കെ, ഈ ഒരു സ്വിങ്ങാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. ഏകദേശം ഒരു $112 എനിക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയത്. $112 എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, ആ പ്രോഫിറ്റ് കിട്ടി, ഞാൻ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി. ആ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്യാൻ ഒരു കൺവിക്ഷൻ എനിക്കില്ല, പക്ഷേ ഇന്നലത്തെ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഈ ഒരു ലെവൽ, ഈ ഒരു സോൺ വരെ ഞാൻ ഈ ലെവലിനെ, സോറി, ട്രേഡിനെ ഹോൾഡ് ചെയ്തു. ഇന്ന് എനിക്ക് ഈ ട്രേഡിൽ എത്രത്തോളം പോകും എന്നുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് കിട്ടാനുള്ള റിട്ടേൺ ഞാൻ നോക്കി എടുത്ത് ട്രേഡിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും നമ്മുടെ ലെവലിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിലുള്ള മൊമെൻറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും റാലി തുടങ്ങിയേക്കുവാണ്. ആ ലെവലിൽ നിന്ന് തുടങ്ങിയ റാലി ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഡിമാൻഡ് ഏരിയയിലേക്ക് പ്രൈസ് വന്നു, ബൈയിങ് പ്രഷർ കാണിച്ചു, ട്രേഡ് പോയി, ടാർഗറ്റ് വെച്ചത് പ്രീവിയസിൽ എവിടെ നിന്നാണോ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ടാർഗറ്റ് വെച്ചു, തൊട്ട് താഴെയുള്ള സ്വിങ്ങിൽ ഞാൻ സ്റ്റോപ്പ് ലോസും വെച്ചു.